സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ 800 ഗ്രാം, സവാള 1, പച്ചമുളക് 6, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ചെറിയ ഒരു കപ്പ് തൈര്, പിന്നെ പുതിനയിലയും മല്ലിയിലയും. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, 2 ചെറിയ പീസ് പട്ട, 2 ഏലയ്ക്ക, കറിവേപ്പില, ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം സവാള ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് സവാള ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം പച്ചമുളക് ചേർക്കാം. പച്ചമുളക് എരിക്കനുസരിച്ച് ചേർത്താൽ മതി, പ്രത്യേകം ഒരു അളവൊന്നും പറയുന്നില്ല. ആ സമയം കൊണ്ട് പുതിനയും മല്ലിയിലയും തൈരും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുതിനയിലയും മല്ലിയിലയും തൈരും കൂടെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ തിളച്ച് എല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. കറക്റ്റ് അല്ല എങ്കിൽ ഈ ടൈം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് കറക്റ്റാണ് ഉപ്പ്. പിന്നെ ഇനി ഇതിൽ മല്ലിയില പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ട്. ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഈ കറി നല്ലത്. അധികം വെള്ളമായി പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.